നമസ്കാരം, ഞാൻ റെജിന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഗൾഫ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ബഹ്റൈൻ. GCC രാജ്യങ്ങളിലെ ഐക്യം പ്രധാന ലക്ഷ്യം. ഗൾഫ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ബഹ്റൈൻ ഒരുങ്ങുന്നു. 2025 ഡിസംബറിൽ നടക്കുന്ന ഗൾഫ് സഹകരണ കൗൺസിൽ ഉച്ചകോടിക്ക് ബഹ്റൈൻ വേദിയാകും. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബഹ്റൈൻ വീണ്ടും ഗൾഫ് ഉച്ചകോടിക്ക് വേദിയാകാൻ ഒരുങ്ങുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന സുപ്രധാന തീരുമാനങ്ങൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പ്രാദേശികവും അന്താരാഷ്ട്രീയവുമായ തലങ്ങളിൽ സംഘർഷങ്ങൾ തുടരുന്ന നിർണായക സാഹചര്യത്തിലാണ് 46ാമത് ഗൾഫ് സഹകരണ കൗൺസിൽ ഉച്ചകോടിക്ക് ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കും. പാർലമെന്റ് സ്പീക്കർമാരുടെ 6ാമത് ലോക സമ്മേളനത്തിൽ ബഹ്റൈൻ പാർലമെന്ററി പ്രതിനിധി സംഘം പങ്കെടുത്തു. ഷൂറ കൗൺസിലിന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ജമാൽ മുഹമ്മദ് ഫക്രയുടെ നേതൃത്വത്തിലുള്ള ബഹ്റൈൻ പാർലമെന്ററി ഡിവിഷനിലെ ഒരു പ്രതിനിധി സംഘം ജനീവയിൽ നടന്ന 6ാമത് ലോക പാർലമെന്റ് സ്പീക്കർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുമായി സഹകരിച്ച് ഇന്റർ പാർലമെന്ററി യൂണിയനാണ് പരിപാടി സംഘടിപ്പിച്ചത്. 115 ദേശീയ പാർലമെന്റുകളിൽ നിന്നുള്ള പ്രതിനിധികളോടൊപ്പം ബഹ്റൈൻ പ്രതിനിധി സംഘവും പങ്കെടുത്തു. പ്രക്ഷുബ്ധമായ ഒരു ലോകം, എല്ലാവർക്കും സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള പാർലമെന്ററി സഹകരണവും ബഹുമുഖത്വവും എന്ന വിഷയത്തിലുള്ള ഒരു ഉന്നതതല പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടാണ് സമ്മേളനം അവസാനിപ്പിച്ചത്. മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന കരുണാകരന്റെ നിര്യാണത്തിലും സജീവ സാമൂഹ്യ പ്രവർത്തകനും പയ്യന്നൂർ സൗഹൃദവേദിയുടെ ആദ്യകാല പ്രസിഡന്റും മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ സഹപ്രവർത്തകനുമായ ബാലൻ പയ്യന്നൂരിന്റെയും നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി. BMC ഹാളിൽ ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രമുഖർ പങ്കെടുത്തു. R പവിത്രൻ, BMC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, ES സലീം, SV ബഷീർ, EV രാജീവൻ, AB തോമസ്, KB അനിൽകുമാർ, തോമസ് ഫിലിപ്പ്, ഗോപാലൻ എന്നിവർ അനുശോചിച്ചു സംസാരിച്ച യോഗത്തിൽ സജിത് വെള്ളിക്കുളങ്ങര, സജി സാമുവൽ, വിനോദ് മാവിലക്കണ്ടി, മുജിബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്ത യോഗം അനിൽ UK നിയന്ത്രിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ICF ഉംറ പഠന ക്ലാസ് ശനി ഞായർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. ICF ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന ഉംറ പഠന ക്ലാസ് ശനി ഞായർ ദിവസങ്ങളിലായി രാത്രി 8:30 മനാമ ICF ഓഡിറ്റോറിയത്തിൽ നടക്കും. ICF ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം നേതൃത്വം നൽകും. സാധാരണക്കാർക്ക് സമ്പൂർണ്ണമായ വിധത്തിൽ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് സഹായകരമാകുന്ന വിധത്തിൽ വിഷയങ്ങൾ ലളിതമായി വിശദീകരിക്കപ്പെടുന്ന ക്ലാസ്സിൽ ICF ഉംറ സർവീസ് വഴിയും അല്ലാതെയും ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാമെന്നും സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യം ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വിവരങ്ങൾക്ക് 33892169 39871794 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. BDK അൽഹിലാൽ ഹോസ്പിറ്റൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു.
ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ സൽമാബാദിന്റെ അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് യൂണിറ്റ് സൽമാബാദിലെ അൽ ഹിലാൽ ഹോസ്പിറ്റലിൽ വന്ന് രക്തം ശേഖരിക്കുകയായിരുന്നു. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ BDK സ്ഥാപകൻ വിനോദ് ഭാസ്കറിന്റെ സ്മരണയോടെ നടത്തിയ ക്യാമ്പിൽ 75 പേർ രക്തം നൽകി. മാധ്യമപ്രവർത്തകനും പ്രവാസി ഗൈഡൻസ് ഫോറം വർക്കിംഗ് ചെയർമാനുമായ പ്രദീപ് പുറവുങ്കര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. BDK ബഹ്റൈൻ രക്ഷാധികാരി ഡോക്ടർ PV ചെറിയൻ, അൽ ഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധികളായ പ്രീതം ഷെട്ടി, സഞ്ജു ഷാനു, ഷിജിൻ രാജ്, BDK ബഹ്റൈൻ പ്രസിഡന്റ് റോജി ജോൺ എന്നിവർ സംസാരിച്ചു. ചെയർമാൻ KT സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിന് ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ നന്ദിയും രേഖപ്പെടുത്തി. BDK എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് KV, TJ ഗിരീഷ്, രേഷ്മ ഗിരീഷ് എന്നിവർ ഉൾപ്പെടെ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. കൂട്ടായ പരിശ്രമത്തിന് നന്ദി അസോസിയേഷൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ബഹ്റൈൻ നന്ദി അസോസിയേഷൻ മെമ്പർ അക്ബർ മുത്തായത്തിന് വേണ്ടി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ ചികിത്സാ സമയത്തും തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിനും കഴിഞ്ഞ 3 മാസത്തിലേറെയായി താങ്ങും തണലുമായി കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ബഹ്റൈൻ നന്ദി അസോസിയേഷൻ കൃതജ്ഞത രേഖപ്പെടുത്തി. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തീകരിച്ച ബഹ്റൈൻ ഇന്ത്യൻ എംബസി, ഇതിനായി അക്ഷീണം പരിശ്രമിച്ച ബഹ്റൈൻ KMCC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഷാഫി പറക്കാട്ട, മെഡിക്കൽ വിംഗ് മെമ്പർ സിദ്ദിഖ് അദ്ലിയ, എല്ലാ ഘട്ടങ്ങളിലും മാർഗനിർദ്ദേശവും പിന്തുണയും നൽകിയ സാമൂഹിക പ്രവർത്തകനും കൊയിലാണ്ടിക്കുട്ടം ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ബഹ്റൈൻ ചാപ്റ്റർ ചെയർമാനുമായ സലീം KT, മറ്റ് സാമൂഹിക പ്രവർത്തകർ, സൽമാനിയ ഹോസ്പിറ്റൽ ഡോക്ടർമാർ, നഴ്സുമാർ തുടർച്ചയായി അക്ബറിനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും കരുത്തായി നിൽക്കുകയും ചെയ്ത എല്ലാ സാമൂഹ്യ പ്രവർത്തകരെയും സഹോദരന്മാരെയും നന്ദിയോടെ ഓർക്കുന്നുവെന്നും OICCയുടെ നിസാർ കുന്നംകുളത്തിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയ വടകര MP ഷാഫി പറമ്പിൽ, കൊയിലാണ്ടി ചാപ്റ്റർ പ്രസിഡന്റ് റഷീദ് മൂടാടിയുടെ അഭ്യർത്ഥന പ്രകാരം ഇടപെടൽ നടത്തിയ MK രാഘവൻ MP, ഹാരിസ് ബീരാൻ MP എന്നിവരുടെ സഹായം വിലമതിക്കുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. അക്ബർ മുത്തായത്തിനെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ പോയ മെഡിക്കൽ സ്റ്റാഫിന്റെ ചെലവ് വഹിച്ചത് ബഹ്റൈൻ നന്ദി അസോസിയേഷനാണ്. ഓരോ സഹായവും അക്ബറിനും കുടുംബത്തിനും വലിയ ആശ്വാസവും ആത്മവിശ്വാസവുമാണ് നൽകിയിരിക്കുന്നതെന്നും അക്ബറിന്റെ തുടർ ചികിത്സയിലും ഏവരുടെയും പ്രാർത്ഥനകളും ഉണ്ടാകണമെന്നും ബഹ്റൈൻ നന്ദി അസോസിയേഷൻ അഭ്യർത്ഥിച്ചു. BMC ന്യൂസ് ലൈവിൽ വീണ്ടും ഒരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. PK വസുദേവൻ നായർ NE ബൽറാം അനുസ്മരണം സംഘടിപ്പിച്ചു. ബഹ്റൈൻ നവകേരളയുടെ നേതൃത്വത്തിൽ PK വസുദേവൻ നായർ NE ബൽറാം അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രിയും CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. നവകേരള സെക്രട്ടറി AK സുഹൈൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബഹ്റൈൻ നവകേരള പ്രസിഡന്റ് NK ജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഷാജഹാൻ കരുവന്നൂർ സ്വാഗതവും രഞ്ജിത്ത് അവള നന്ദിയും പറഞ്ഞു. നവകേരള കേന്ദ്ര സെക്രട്ടറി AK സുഹൈൽ, കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മുതല, ശ്രീജിത്ത് ആവള എന്നിവർ പ്രസംഗിച്ച ചടങ്ങിൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ SB ബഷീർ, PKV അനുസ്മരണവും പ്രശാന്ത് മാണിയത്ത് NE ബൽറാം അനുസ്മരണവും നടത്തി. ഇടതുപക്ഷ ഐക്യത്തിനു വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുടെ പാഠപുസ്തകമായ PKV ഇന്നു കാണുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നിർമ്മിതിയിൽ വഹിച്ച പങ്കിനെക്കുറിച്ചും കാലത്തിനു മുന്നേ സഞ്ചരിച്ച കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ NE ബൽറാമിന്റെ സംഭാവനകളെക്കുറിച്ചും അനുസ്മരണ പ്രഭാഷകർ വിശദമായി വിവരിച്ചു. വോയിസ് ഓഫ് ആലപ്പിയുടെ വടംവലി ടീം അംഗമായ മനു K രാജന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി വോയിസ് ഓഫ് ആലപ്പിയുടെ വടംവലി കോർട്ടിൽ വച്ച് അനുശോചന യോഗം സംഘടിപ്പിച്ചു.
നാട്ടിൽ വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് മരണപ്പെട്ട മനുരാജിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് സ്പോർട്സ് കൺവീനർ ഗിരീഷ് ബാബു, ടീം കോച്ച് പ്രസന്നകുമാർ, സെൻട്രൽ കമ്മിറ്റി ട്രഷറർ ബോണി, ടീം കോർഡിനേറ്റേഴ്സ് അനന്തു, പ്രശോഭ്, മറ്റ് ടീം അംഗങ്ങൾ എന്നിവരും അനുസ്മരിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. സുപ്രഭാതം ബഹ്റൈൻ തല പ്രചാരണ ക്യാമ്പയിന് തുടക്കമായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിന്റെ 12ാം വാർഷിക വരിക്കാരെ ചേർക്കൽ ക്യാമ്പയിൻ 2025 ഓഗസ്റ്റ് 1 മുതൽ 15 വരെ വിപുലമായി നടത്തപ്പെടുകയാണ്. അതിന്റെ ബഹ്റൈൻ തല വരിച്ചേർക്കൽ ക്യാമ്പയിന് തുടക്കമായി. മനാമയിലെ സമസ്ത ബഹ്റൈൻ കേന്ദ്ര ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത ബഹ്റൈൻ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തക സമിതി അംഗങ്ങൾ, വിവിധ പോഷക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായി ബഹ്റൈനിലെ മുഴുവൻ ഏരിയകളും വരിക്കാരെ ചേർക്കാനുള്ള വിപുലമായ പദ്ധതികളാണ് യോഗം ആസൂത്രണം ചെയ്തത്. വ്യാപകമായ പ്രചാരണം നടത്തി പ്രവാസികളുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ സുപ്രഭാതം പത്രം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം നാട്ടിൽ വരിക്കാരായവരെ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും പത്രം സ്പോൺസർ ചെയ്യിപ്പിക്കാനും സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതി നടപ്പിലാക്കാനും തീരുമാനമുണ്ട്. സുപ്രഭാതം ഫോം വഴി വരിക്കാരുടെയും ഏജന്റുമാരുടെയും വിലാസം ശേഖരിച്ച് ഇവ ഓഫീസിലെത്തിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രസ്തുത ഫോമും വിശദവിവരങ്ങളും ഏരിയ ഭാരവാഹികൾ മുഖേന അതാത് പ്രദേശങ്ങളിൽ വരിക്കാരാകുന്നവർക്ക് ലഭ്യമാകും. കലാഭവൻ നവാസ് അന്തരിച്ചു. ഞെട്ടലിൽ സിനിമാ ലോകം. വിടവാങ്ങുന്നത് അനുകരണ കലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച താരം. മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിൽ എത്തിയ നടനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മിമിക്രി താരം, നടൻ എന്നതിലുപരി ഗായകൻ കൂടിയാണ് നവാസ്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. ചോറ്റാനിക്കര പോലീസ് എത്തി തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. നടി രഹ്നയാണ് ഭാര്യ. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.